ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇതൊരു അടിപൊളി പഴുത്ത മാങ്ങാക്കറി ഉണ്ടാക്കിയാലോ. ഈ കുഞ്ഞ് ചപ്പ് മാങ്ങയാണ് നമ്മൾ പഴുത്ത മാങ്ങാക്കറിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നെടുപ്പ് ഭാഗം മുറിച്ച് വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ കുക്കർ എടുത്ത് അതിനകത്തോട്ട് മാങ്ങയിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് 2 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കുക. വേറൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിനകത്തോട്ട് തേങ്ങയും കുറച്ച് ജീരകവും 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കൊച്ചുള്ളിയും 2 കാന്താരി മുളകും കുറച്ച് കറിവേപ്പില ഇട്ട് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ചെടുത്തേക്കുന്ന മാങ്ങയുടെ തൊലി കളയുക. എന്നിട്ട് കുക്കറിനകത്തോട്ട് തന്നെ ഇടുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന അരപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി വെക്കുക. എന്നിട്ട് വേറൊരു ചീനിച്ചട്ടി എടുത്ത് അതിനകത്തോട്ട് കുറച്ച് എണ്ണയും ചേർത്ത് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് മിക്സ് ചെയ്യുക. അത് നമ്മുടെ കുക്കറിനകത്തോട്ടിട്ട് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഉപ്പ് കറക്റ്റ് അല്ലായിരുന്നു, അപ്പോൾ കുറച്ചും കൂടെ ഉപ്പിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. കളറ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ നിങ്ങളെടുക്കുന്ന മാങ്ങയ്ക്ക് മധുരം കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയുള്ള പരിപാടി. പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിക്കോ. നമ്മൾ മാങ്ങ പുളിശ്ശേരി വെക്കാറുണ്ടല്ലേ, പക്ഷേ അതിന് തൈരൊക്കെ വേണം. പക്ഷേ ഇതിനതൊന്നും വേണ്ട. പക്ഷേ ടേസ്റ്റ് എക്സാക്ട്ലി അതിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ ഒരു തട്ടിക്കൂട്ട് റെസിപ്പിയാണ്. തട്ടിക്കൂട്ടാണെങ്കിലും ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് ഇതിങ്ങനെ കഴിക്കാൻ. ഞാൻ ചോറിൻ്റെ കൂടെ അല്ലാതെ ചുമ്മാ കഴിക്കുവാണ്. എനിക്ക് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.